4 ജില്ലകളിൽ അടുത്ത 7 ദിവസം ഭാഗികമായി വൈദ്യുതി മുടങ്ങും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് തടസ്സം നേരുക. പവർ ഗ്രിഡ് തകരാറിലായതിനെ തുടർന്നാണ് നിയന്ത്രണം. അൺഫിലിറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഈ പെട്ടെന്നുള്ള ഈ ഒരു ഭാഗിക നിയന്ത്രണത്തിന് കാരണം എന്താണ്? 4 വടക്കൻ ജില്ലകളിലാണ് വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടുക എന്നാണ് KSEB ഇപ്പോൾ വൈദ്യുതി വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഈ 4 വടക്കൻ ജില്ലകളിൽ വഴി തടസ്സപ്പെടാനുള്ളത് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്. ഈ 4 ജില്ലകളിൽ 7 ദിവസത്തേക്കാണ്. അതായത് ഗ്രിഡ് കോർപ്പറേഷൻ തകരാറാണ്. അതാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ട്രാൻസ്ഫോമറിൽ തകരാറ്. ഈ ട്രാൻസ്ഫോമറിൽ തകരാറ് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരാഴ്ചയെങ്കിലും ആ തകരാർ പരിഹരിക്കാൻ വേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ഗുരുതരമായൊരു തകരാറാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അധികൃതർ. അതുകൊണ്ട് തന്നെ 1-2 ദിവസമല്ല, ഒരാഴ്ചയോളം ഇതിപ്പോ അതിന്റെ തകരാറ്, ഈ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ട്രാൻസ്ഫോമറിന്റെ തകരാറ് പരിഹരിക്കാൻ വേണ്ടി വരും. അതുകൊണ്ടാണ് ഈ 4 ജില്ലകളെ അത് ബാധിക്കുന്നു. അതുകൊണ്ട് ഭാഗികമായുള്ള ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഈ ഭാഗികമായ നിയന്ത്രണം വരുമ്പോൾ, വൈദ്യുതി നിയന്ത്രണം വരുമ്പോൾ, പ്രത്യേകിച്ച് വടക്കൻ മേഖല, നമുക്കറിയാം പാലക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെയുള്ള ചൂടിന് ഇപ്പോഴും വേനൽമഴ വന്നിട്ടുണ്ടെങ്കിലും ആ ചൂട് പൂർണ്ണമായും, അതിന് കനത്ത ചൂടിന് ഒരു ആശ്വാസമായി നമുക്ക് പറയാൻ, പൂർണ്ണമായും ചൂടില്ല എന്ന് നമുക്ക് പറയാനാവാത്തൊരു സാഹചര്യത്തിലാണ് ഈ ജില്ലകളിൽ 4 വടക്കൻ ജില്ലകളിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണം വരുന്നു എന്ന് പറയുന്നത്. അത് ഈ പീക്ക് സമയത്താണോ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതിൽ, ഏത് സമയത്താണ് എന്നതിൽ ഒരു വ്യക്തത KSEB വരുത്തിയിട്ടില്ല. പക്ഷേ ഈ നാളെ മുതൽ ഈ 7 ആഴ്ച ഈ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ട്രാൻസ്ഫോമറിന്റെ തകരാറ് കൃത്യമായി പരിശോധിച്ച് പരിഹരിച്ചു തുടങ്ങുന്നതിന്റെ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. അങ്ങനെ നാളെ രാവിലെ മുതൽ ആരംഭിക്കുമ്പോൾ 7 ദിവസത്തേക്ക് വൈദ്യുതി നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്നത് പീക്ക് സമയത്തൊക്കെ ആയിരിക്കണം ഒരു നിയന്ത്രണത്തിലേക്ക് കടക്കുക എന്നതാണ്. ഒരുപക്ഷെ പകൽ സമയത്ത് അത് ഇത് പരിഹരിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം, നവീകരണ അതിന്റെ തകരാറ് പരിഹരിക്കുന്ന പ്രവർത്തനം, ജോലി പകൽ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ പകൽ സമയത്തായിരിക്കും ഈ നിയന്ത്രണം. അതിനുശേഷം രാത്രി പീക്ക് അവറിലേക്ക് കടക്കുന്ന സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കപ്പെടുകയും ചെയ്യും എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അത് ഏത് സമയത്ത് എങ്ങനെയാകും നിയന്ത്രണം എന്നതിൽ KSEB വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷെ ഒരു മുൻകൂട്ടി അറിയിപ്പ് എന്ന രീതിയിലാണ് 4 ജില്ലകളെ 7 ദിവസത്തേക്ക് ഈ നിയന്ത്രണം, ഈ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാധിക്കുക എന്ന് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ശരി, 4 ജില്ലകളിലാണ്, വടക്കൻ ജില്ലകളിൽ അടുത്ത 7 ദിവസം ഭാഗികമായി വൈദ്യുതി മുടങ്ങാൻ പോവുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് വൈദ്യുതി തടസ്സം നേരിടുക. പവർ ഗ്രിഡ് തകരാറായതിനെ തുടർന്നാണ് ഈ നിയന്ത്രണം എന്നാണ് ഇപ്പോൾ KSEB അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഏത് സമയങ്ങളിലായിരിക്കും, പീക്ക് അവറിലായിരിക്കുമോ ഈ നിയന്ത്രണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. വരും മണിക്കൂറുകൾ അതുമായി സംബന്ധിച്ച് കൂടുതൽ വ്യക്തത KSEB വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്.